Mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കുർബാന തർക്കം വിഷയമാക്കി കത്തോലിക്ക സഭയുടെ മുഖം വികൃതമാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നതായി ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് മാർച്ച് 23-ന് അങ്കമാലിയിൽ വിശ്വാസി സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുർബാന വിഷയത്തിലൂടെ സമൂഹ മധ്യത്തിൽ സഭയുടെ മുഖം വികൃതമായി ചിത്രീകരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അധികാരക്കൊതിയും പണക്കൊതിയും മൂത്തവരാണ് ഇതിനു പിന്നിൽ. മാർപ്പാപ്പയുടെ വാക്കുകളെപ്പോലും വളച്ചൊടിച്ചും ധിക്കരിച്ചും ഇവർ അൽമായരിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. കുർബാന വിഷയത്തിൽ സിനഡ് പിതാക്കന്മാർ എടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്നും നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വിശ്വാസി സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി കൺവീനർ വിൽസൺ വടക്കുംചേരി പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമായ സീറോ മലബാർ സഭയിൽ കുറച്ച് നാളുകളായിട്ട് ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിനഡ് തീരുമാനപ്രകാരം അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു സൈഡിൽ, എന്നാൽ സഭയോടൊപ്പം നിൽക്കുന്ന, സഭ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചും പിതാക്കന്മാരെയും മാർപ്പാപ്പേനെയും സിനഡ് പിതാക്കന്മാരെയും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം, ഔദ്യോഗിക വിഭാഗം ഒരു സൈഡിൽ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഔദ്യോഗിക വിഭാഗത്തിൻ്റെ, അതായത് സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ഈ വിഷയം ഏതാനും നാളുകളായി നമ്മുടെ ഈ സഭയുടെ ഇമേജ് സമൂഹ മധ്യത്തിൽ വളരെയേറെ ഇടിച്ച് താത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സഭയ്ക്ക് ഒരു ചട്ടക്കൂടുള്ള ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിലൂടെ പോകുന്ന കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ ഇന്ന് സമൂഹ മധ്യത്തിൽ ഏറെ ഈ ഒരു കാര്യത്തിലൂടെ അതിൻ്റെ ഒരു ഇമേജ് കുറച്ച് ഇടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മൾ സിനഡ് പിതാക്കന്മാരെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കണമെന്നും അത് അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 8 ഫെറോനകൾ ചേർന്ന്, അങ്കമാലി കേന്ദ്രീകൃതമായ, അങ്കമാലി ആസ്ഥാനമായ 8 ഫെറോനകൾ ചേർന്നിട്ട് ഒരു വിശ്വാസി സംഗമം എന്ന പേരിൽ ഒരു സംഗമം ഞങ്ങൾ നടത്തുകയാണ്. ഈ വരുന്ന 23-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക്. ആ പരിപാടിയിൽ സഭയുടെ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന നിരവധിയായിട്ടുള്ള വൈദികരും സന്യസ്തരും ഈ മഹാസംഗമത്തിൽ പങ്കുചേരും. വല്ലം, കാഞ്ഞൂർ, അങ്കമാലി, മഞ്ഞപ്ര, കറുകുറ്റി, മൂക്കന്നൂർ, കൊരട്ടി, മൂഴിക്കുളം ഫെറോനകളിലെ വിശ്വാസികളുടെ പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും. സഭയുടെ നിയമങ്ങൾ പാലിക്കാനും പ്രാവർത്തികമാക്കാനും വൈദികരെയും വിശ്വാസികളെയും പ്രാപ്തരാക്കുക എന്നതാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടക സമിതി അംഗമായ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര പറഞ്ഞു. 16 ഫൊറോനകളിലായി ഉദ്ദേശം 5.5 ലക്ഷത്തോളം വിശ്വാസികളുണ്ട്. ഈ 5.5 ലക്ഷത്തോളം വിശ്വാസികളിൽ 90% വിശ്വാസികളും സഭയുടെ പ്രബോധനങ്ങൾ അനുസരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ന്യൂനപക്ഷം വരുന്ന ഒരു വിശ്വാസ സമൂഹവും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം വരുന്ന വൈദികരും ഇതിനെ എതിർക്കുവാനായിട്ട് സന്നദ്ധരായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വടക്കൻ മേഖലയായ ഈ 8 ഫൊറോനകളിലെ വിശ്വാസികൾ, സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇപ്രകാരം സംഘടിച്ച് ഒരു സംഘവുമായി അങ്കമാലിയിലേക്ക് വരുന്നത്. ഇത് പ്രത്യേക ലക്ഷ്യമെന്ന് വെച്ചാൽ അസംഘടിതരായ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സംഘടിപ്പിക്കുക, അതോടൊപ്പം തന്നെ സഭയുടെ പ്രബോധനങ്ങളും അതോടൊപ്പം തന്നെ സഭയുടെ എല്ലാ നിയമങ്ങളും അനുസരിക്കാവുന്ന രീതിയിൽ വിശ്വാസികളെ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സംഗമത്തിൽ ഈ 8 ഫൊറോനകളിൽ നിന്നുള്ളതായ വിശ്വാസികളുടെ ശക്തരായ പ്രതിനിധികളായിരിക്കും പങ്കെടുക്കുക. നമ്മൾ മഹാസംഗമം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 2.5 ലക്ഷത്തും, ഈ വടക്കൻ മേഖലയിൽ കിടക്കുന്ന 2.5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ എല്ലാ ഇടവകയിൽ നിന്നുള്ളതായ പ്രതിനിധികളാണ്. ഏകദേശം 165ഓളം വരുന്ന ഇടവകകളിൽ നിന്ന് പ്രതിനിധികൾ, സഭയോടൊപ്പം നിൽക്കുന്നവരെ പ്രതിനിധികൾ
അന്ന് ഇവിടെ റാലിയായി സംഗമിക്കുകയാണ്. ഈ സംഗമം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സഭയിൽ ഇന്ന് സംജാതമായിരിക്കുന്ന എല്ലാവിധ തെറ്റായ ധാരണകൾക്കും ഒരു പരിഹാരമുണ്ടാക്കുകയും അതുവഴിയായിട്ട് സഭയെ ഉദ്ദേശിക്കുന്ന പ്രബോധനങ്ങളും സഭയുടെ എല്ലാ നിയമങ്ങളും അനുസരിക്കുവാനായിട്ട് വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും തയ്യാറാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് നമ്മുടെ സഭയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ വൈദികരും അതോടൊപ്പം തന്നെ നേതാക്കന്മാരും ഇതിൽ സംബന്ധിക്കുന്നതാണ്. ജനറൽ കൺവീനർ ഡോക്ടർ MP ജോർജ്, കൺവീനർമാരായ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര, പോൾ ചിതലൻ, ജോണി തോട്ടക്കര, വിൽസൺ വടക്കുംചേരി, ജോസ് പാറേക്കാട്ടിൽ, ഷൈബി പാപ്പച്ചൻ, പൗലോസ് പയ്യപ്പള്ളി തുടങ്ങിയവർ വിശ്വാസി സംഗമത്തിന് നേതൃത്വം നൽകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.